കുട്ടികളെ ശാപപ്രാർത്ഥന കൊണ്ട് കൊന്നുകളയാൻ പാടില്ല. ഹുസ്നുത്തനബുഹ് പറയുന്നുണ്ട്, അങ്ങനെയാണ് പല ജാഹിലീങ്ങളായ ബാപ്പമാരും ചെയ്യാറ്. നമ്മൾ വളർത്തിയതിന്റെ വിരുദ്ധമായി കുട്ടികൾ വളരുമ്പോൾ ആ കുട്ടിക്കെതിരെ നിങ്ങൾ ദുആ ചെയ്യരുത്, ആ കുട്ടിക്കെതിരെ നിങ്ങൾ ശാപപ്രാർത്ഥന നടത്തരുത്. നീ നന്നാവില്ലടാ, നീ ഒന്നും ഒരിക്കലും നന്നാവില്ല, നിനക്ക് ദുനിയാവ് തന്നെ കിട്ടിപ്പോവടാ, നിന്റെ കളി ഞാൻ കാണിച്ചരടാ, ഇങ്ങനെ ഒന്നും പറയരുത്. ആ കുട്ടി 20 കൊല്ലം ചെയ്ത തെറ്റിനേക്കാൾ ഗൗരവം ഉണ്ടാവും ആ വാപ്പാന്റെ ഉമ്മാന്റെ ശാപപ്രാർത്ഥനന്റെ 2 മിനിറ്റ് അല്ല, 1 മിനിറ്റ് അല്ല, ഒരു 10 സെക്കൻഡിന്റെ ദുആ. ലാ തദ്ഉ അലാ ഔലാദിക്കും. സ്നേഹമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശമാണ്, ലാ തദ്ഉ അലാ ഔലാദിക്കും, നിങ്ങളെ മക്കൾക്കെതിരെ നിങ്ങൾ ദ്വാരക്കല്ലേ എന്ന്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു ചെറുപ്പക്കാരൻ വുളു എടുക്കുന്ന കണ്ടു. ഷാഫി ഇമാമിന് മനസ്സിലായി റളിയല്ലാഹു അൻഹു അയാൾ എടുക്കുന്ന വുളു ശരിയില്ല. ഷാഫി ഇമാം അയാളുടെ അടുത്ത് പോയിട്ട് വിളിക്കുന്ന വിളി എന്താണെന്നറിയാം? ഐ ബുനയ്യ, ഓ കുഞ്ഞു മോനെ. ആദ്യം അങ്ങനെ തന്നെ വിളിച്ചേ, ഐ ബുനയ്യ, ഓ കുഞ്ഞു മോനെ, അഹ്സിനിൽ വുളുവാ, വുളു നന്നാക്കു മോനെ, യുഹ്സിനുകല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, മോനെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നന്നാക്കൂ. നമ്മൾ ഏത് തെറ്റ് കണ്ടാലും സോഫ്റ്റ് ആയിട്ട് തിരുത്തണം, എന്നാൽ ആൾക്കാർക്ക് സ്വീകരിക്കണം എന്ന് തോന്നും. പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, ഉസ്താദുമാർ, പാരന്റ്സ് മക്കൾക്കെതിരെ ദുആ ചെയ്യരുത്, മക്കൾ നന്നാവില്ല എന്ന് പറയരുത്. അദബ് എന്നൊന്ന് ഒറ്റയടിക്ക് പറഞ്ഞ് കുട്ടികളെ നശിപ്പിക്കാൻ പാടില്ല. കുട്ടികളിൽ തെറ്റുകൾ ഉണ്ടാവാം, അത് മെല്ലെ മെല്ലെ തിരുത്തിക്കൊണ്ടുവരും.